സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയും നന്ദനും സിദ്ധാർത്ഥനും എല്ലാവരും ഭയങ്കര വിഷമത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ദേവിക ജയിച്ചെങ്കിലും പ്രഭാവതി ഇനി എങ്ങനെ പെരുമാറുമെന്ന് വിചാരിച്ച്, അതേസമയം പ്രഭാവതി പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരെയും വിളിച്ച് പായസം കൊടുക്കും. അതുപോലെ ദേവികയോട് ഭയങ്കര സ്നേഹത്തിൽ പെരുമാറും. മോള് ജയിച്ചതിൽ എനിക്ക് സന്തോഷമുള്ളൂ. നീ എനിക്ക് എൻ്റെ എതിർ സ്ഥാനാർത്ഥിയല്ല, എൻ്റെ സ്വന്തം മോള് തന്നെയാണ്. മോൾക്ക് അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടതും സിദ്ധാർത്ഥനും നന്ദനും അതുപോലെ ഗിരീഷിനൊക്കെ നല്ല സന്തോഷമാവുന്നുണ്ടെങ്കിലും രജനിക്കാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനേ പറ്റണില്ല. രജനി ഇങ്ങനെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് ഇത് അമ്മ എന്തൊക്കെ ഈ കാട്ടണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം രജനി ഈ പ്രഭാവതിയെ പേടിച്ചിട്ട് പ്രഭാവതിയോടൊന്നും ചോദിക്കണമൊന്നുമില്ല. പിന്നീട് പായസം കുടിക്കും. എല്ലാവരും സംസാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നന്ദനോട് ദേവിക പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് നന്ദു സമാധാനമായത്. ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ. എന്തായാലും അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല, എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. ഇനിയിപ്പോൾ മനസ്സമാധാനത്തോടുകൂടി സത്യപ്രതിജ്ഞയ്ക്ക് പോകാമല്ലോ എന്ന് അന്നേരം നന്ദു പറയുന്നുണ്ട്. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നീ അരുന്ധതി മേഡത്തെ ക്ഷണിച്ചിട്ടില്ലേ? മേഡവും അമ്മയും ഒരുമിച്ചുണ്ടാവണേ. ആ ഒരു സമയത്ത് അമ്മയും മേഡവും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പറഞ്ഞ് പരിഹരിക്കണം. ഇല്ലെങ്കിൽ വീണ്ടും അത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവുമെന്ന്. അത് നമുക്ക് എന്തായാലും പരിഹരിക്കാം നന്ദു. ഇനിയിപ്പോൾ ഞാൻ പഴയതുപോലെ അല്ലല്ലോ, ഞാനൊരു MLA അല്ലേ. MLAയുടെ നിലയിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ മേഡം അത് അംഗീകരിക്കാതിരിക്കില്ല. പിന്നീട് നന്ദു പറയുന്നുണ്ട്, എന്തായാലും ആ ഋഷിയെ താനൊന്ന് ശ്രദ്ധിച്ചേക്കണം. ആ ഋഷി അപകടകാരിയാണ്, നമ്മൾ വിചാരിച്ച പോലത്തെ ആളൊന്നുമല്ല. അവനിലൊരു ക്രൂരത ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവൻ അമ്മയെ ഒന്ന് തട്ടിക്കൊണ്ടു പോയതും പിന്നീട് അമ്മയെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കയറിയതും. അന്ന് രജനി ചേച്ചി ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും അമ്മയെ എന്തെങ്കിലും ചെയ്തേനായിരുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, നന്ദു അങ്ങനെ ഋഷി കുഴപ്പക്കാരനൊന്നുമല്ല. അവനോട് അമ്മ പെരുമാറിയതിൻ്റെ ആ ഒരു ദേഷ്യമായിരിക്കും. അതെന്തായാലും നമുക്ക് നാളെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നാൽ നമുക്ക് കിടക്കാം. നാളെ തന്നെ നമുക്ക് സത്യപ്രതിജ്ഞയ്ക്ക് പോകാനുള്ളതല്ലേ. പോണ വഴിക്ക് നിൻ്റെ വീട്ടിൽ ഒന്ന് കയറണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. ഇതേ സമയം രജനിയാണെങ്കിൽ പ്രഭാവതിയോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് കാണിക്കണം? അമ്മ എന്തിനാ അവൾ ജയിച്ചതിൽ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞ് അവൾക്ക് പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തതെന്ന് ചോദിക്കുമ്പം, ഇപ്പം എൻ്റെ മുന്നിൽ ആ ഒരു വഴിയുള്ളൂ മോളെ. ഞാനിപ്പോൾ അവരെ എതിർത്താലും അവർക്കത് വിഷയമൊന്നുമില്ല, ഞാൻ തന്നെ പരാജയപ്പെട്ടു പോവുകയുള്ളൂ. സിദ്ധുവും നന്ദനും അതുപോലെ ഗിരീഷിനൊക്കെ അവളുടെ ഭാഗത്താണ്. അതുകൊണ്ട് ഞാൻ അവളോട് കുറച്ച് നല്ല രീതിയിൽ നിൽക്കണേ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കളം മാറ്റി ചവിട്ടിയത്. എന്തായാലും ഞാൻ അവളോടുള്ള പ്രതികാരം വിട്ടിട്ടൊന്നുമില്ല. അരുന്ധതിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ദേവിക എന്തായാലും അരുന്ധതിയുമായിട്ട് ഈ ലോകത്തിൽ പോകാൻ പാടില്ല. ഞാനിപ്പം ദേവികയായിട്ട് ശത്രുതയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ദേവിക ഉറപ്പായിട്ടും അരുന്ധതിയായിട്ട് സ്നേഹത്തിലാവും. അതൊരിക്കലും ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. അതുമാത്രമല്ല, ദേവികയുടെ സത്യപ്രതിജ്ഞ അതൊന്നും നടക്കാനും പോകുന്നില്ല. എന്നെ എല്ലാവരുടെയും മുമ്പിൽ തോൽപ്പിച്ച് നാണം കെടുത്തിയിട്ട് അവളങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആവണ്ട. അതെനിക്ക് സിദ്ധുവിനോടും കൂടെ കൂടിയുള്ള ഒരു പ്രതികാരമാണ്. ഞാൻ ഇലക്ഷനിൽ നിന്നിട്ട് എന്നെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാത്ത സിദ്ധു ദേവികയെ ആദ്യം മുതൽ അവസാനം വരെ സപ്പോർട്ട് ചെയ്തു. സ്വന്തം ഭാര്യയെ തള്ളിക്കളഞ്ഞിട്ട് മരുമകളെ ഇലക്ഷനിൽ ജയിപ്പിക്കുകയും ചെയ്തു. അതൊന്നും എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല മോളേന്ന്. പിന്നെ ഗിരിയാണെങ്കിലും എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നെങ്കിലും അവൻ മനസ്സുകൊണ്ട് ദേവിക വിജയിക്കണമെന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഞാനത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തെ സന്തോഷം മോള് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. അമ്മ എനിക്കത് മനസ്സിലായി. ഇനിയിപ്പോൾ അമ്മയുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പം, അതൊന്നും തൽക്കാലം നീ പറയണ്ട, അത് സമയമാകുമ്പോൾ അറിഞ്ഞാൽ മതി. ഞാൻ പല കാര്യങ്ങളും കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന്. എന്നാൽ ഇനി നമുക്ക് കിടക്കാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കിടക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പ്രഭാവതി റൂമിലോട്ട് ചെല്ലുന്ന സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുകയാണ്. നേരം പ്രഭാവതി എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധു ഇങ്ങനെ ആലോചിച്ച് കിടക്കണേ, ഉറങ്ങണില്ലേ എന്ന് ചോദിക്കുമ്പം, ഞാനിന്ന് ഉറക്കം വരുന്നില്ല, അത് സങ്കടം കൊണ്ടൊന്നുമല്ല, സന്തോഷം കൊണ്ടാണ്. തൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറിയല്ലോ. ഞാൻ വിചാരിച്ചത് ദേവി ജയിച്ചു എന്നും പറഞ്ഞ് താനിവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന, എന്തായാലും അതൊന്നും ഉണ്ടായില്ലല്ലോ. മോളോട് സ്നേഹമായി പെരുമാറിയല്ലോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സ് നിറഞ്ഞു. എന്തായാലും പ്രഭയിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. നന്നായി പ്രഭ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായതെന്നൊക്കെ പറയണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എല്ലാവരുടെയും സന്തോഷം ദേവി ജയിക്കണം എന്നല്ലായിരുന്നു, പിന്നെ ഞാനായിട്ട് എന്തിനാ അതിനെ എതിർക്കണം? പിന്നെ ഇലക്ഷനിൽ മത്സരിച്ച സമയത്ത് എനിക്ക് ജയിക്കണമെന്നൊരു വാശി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പരാജയപ്പെട്ടു പോയില്ലേ. ഇനി അതും പറഞ്ഞ് ഇവിടുത്തെ സന്തോഷം കളഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ എല്ലാം മറന്ന് ദേവിയോട് സ്നേഹത്തിൽ പെരുമാറിയത്. ഇനി മുന്നോട്ടും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും.
എന്തായാലും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കലങ്ങി തെളിഞ്ഞ് സമാധാനമായല്ലോ, ഇനി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാമെന്നും പറഞ്ഞ് സിദ്ധാർത്ഥനും പ്രഭാവതിയും ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മാധവനും രാധികയും ശാരികയൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ഇനിയിപ്പം ചേച്ചി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോഴും പ്രഭയാൻറ്റി പോവുമോ, പ്രഭയാൻറ്റി ചെന്നില്ലെങ്കിൽ അത് വലിയ മോശമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ശാരിക പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എനിക്ക് തോന്നണില്ല പ്രഭാവതി സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നു. കാരണം പ്രഭാവതി MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട സ്ഥലത്ത് മോള് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാനായിട്ട് പ്രഭാവതി ഒരിക്കലും പോവില്ല. പ്രഭാവതിയുടെ അഭിമാനം അതിന് സമ്മതിക്കില്ല എന്ന്. ആ സമയം മാധവൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ചന്ദ്രോത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ടറിയണമെന്ന് പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പ്രഭാൻറ്റിക്ക് അങ്ങനെ ചേച്ചീനെ ഉപദ്രവിക്കാനൊന്നും പറ്റില്ല. ചേച്ചി പണ്ടത്തെ സാധാരണ ഒരു ദേവികയല്ല, ഇപ്പോൾ MLA ദേവിക. അതുകൊണ്ട് ചേച്ചീനോട് ഇനി എന്തെങ്കിലും പ്രശ്നത്തിന് പോയാൽ പ്രഭാൻറ്റി വിവരം അറിയുന്നു. ആ സമയം രാധിക പറയുന്നുണ്ട്, MLA എന്നും പറഞ്ഞല്ലല്ലോ വീട്ടിൽ താമസിക്കുന്നത്, ഒരു കുടുംബമാകുമ്പം അവിടെ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണ്ടേ, അല്ലാതെ MLA ആണ് മന്ത്രിയാണെന്നും പറഞ്ഞ് ഒരു വീട്ടിൽ അധികാരം എടുത്ത് താമസിക്കാനൊന്നും പറ്റില്ലല്ലോ മോളെ. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ചേച്ചിയെ ഒന്നും കൂടി വിളിച്ച് നോക്കട്ടെ എന്ന്. അന്നേരം രാധിക പറയേണ്ട, വേണ്ട ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ വിളിക്കണ്ട, രാവിലെ എന്തായാലും മോളും കൂടി വരുമായിരിക്കും, ഇവിടെ വന്നു കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാമെന്ന്. അങ്ങനെ നേരം വെളുത്തതും നമ്മളുടെ ദേവികയും നന്ദനും കൂടി അച്ഛനെയും അമ്മേനെയും കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോകാനും ഒരുങ്ങുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി എടുത്ത് വന്ന് പറയുമ്പോൾ, മോള് പോയി അച്ഛനെയും അമ്മേനെയും കണ്ടിട്ട് പോവാം, അവരാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും, ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കണേന്ന് ഓർത്ത്. അവരോട് പറഞ്ഞേരം ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നല്ല രീതിയിലാണ് പോണേന്ന്, അവർക്ക് സമാധാനമാവട്ടെ എന്ന്. ആ സമയം ദേവിക പറയുന്നുണ്ട്, അതമ്മ പറഞ്ഞത് നേരെ, അച്ഛനും അമ്മയ്ക്കും ശാരികയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, അമ്മ തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. ഇപ്പം എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ അമ്മ, അവരോട് ഞാൻ എല്ലാം പറഞ്ഞേക്കാം, അവരും സമാധാനമായിട്ടിരിക്കട്ടെ എന്ന്. അങ്ങനെ നന്ദനും ദേവികയും പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ വന്നിട്ട്, നിങ്ങൾ എപ്പോഴാണ് വരുന്നത്, നേരെ പാർട്ടി ഓഫീസിലേക്ക് വരില്ലേന്ന് ചോദിക്കുമ്പം ഞങ്ങൾ വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും സംസാരിച്ചിട്ട് അപ്പം തന്നെ വരും അച്ഛൻ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവർ പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മളുടെ രാധികയും മാധവനും ശാരികയും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നന്ദൻ്റെ വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. അത് കേട്ടതും ശാരിക പറയുന്നുണ്ട്, ചേച്ചി നന്ദേട്ടനും വന്നെന്ന് തോന്നണം അമ്മേന്ന്. അങ്ങനെ എല്ലാവരും കൂടി വെളിയിലേക്ക് ഇറങ്ങി വരുമ്പം ചിരിച്ച് സന്തോഷമായിട്ട് വരുന്ന നന്ദനെയും ദേവികേനെയാണ് കാണുന്നത്. അത് കണ്ടതോടുകൂടി അവർ പറയുന്നുണ്ട്, അവർ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, ചന്ദ്രത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന്. ആ സമയം ശാരിക പറയുന്നുണ്ട്, ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി കാണില്ല അമ്മേന്ന്. അതേസമയം മാധവൻ വേഗം തന്നെ ചെന്നിട്ട്, വാ മക്കളെ നിങ്ങൾ കയറി വാന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്ന സമയത്ത്, ഇല്ല അച്ഛാ കയറാനൊന്നും നേരമില്ല, ഞങ്ങൾക്ക് ഇപ്പം തന്നെ പോകണം, തിരക്കില്ല, എന്തായാലും നിങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാണ്. ഇപ്പോൾ ചന്ദ്രോത്ത് എന്തൊക്കെയാണ് വിശേഷം എന്ന് വയ്ക്കുമ്പോൾ, ചന്ദ്രോത്ത് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല, അമ്മ എന്നോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറി, അമ്മയുടെ എല്ലാ ദേഷ്യവും മാറി. ആദ്യം അമ്മയ്ക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു തോറ്റതിൽ, പിന്നെ അമ്മ ആലോചിച്ച് നോക്കിയപ്പം അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ടായിരിക്കും അമ്മയ്ക്ക് എന്നോടിപ്പോൾ ഒരു ദേഷ്യമില്ല. അതുമാത്രമല്ല അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഇന്നലെ ഞാൻ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ അമ്മ പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും തന്ന് എന്നോട് ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറുകയും ചെയ്തു. അത് കണ്ടപ്പോഴും അമ്മയെ എനിക്ക് ശരിക്കും സമാധാനമായത്. ഇത്രയും ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആ സമയത്ത് രാധിക ചോദിക്കുന്നുണ്ട്, നേരാണോ മോളെ നീ പറയണതെന്ന് ചോദിക്കുമ്പം നന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റണില്ലേ, ദേവി പറഞ്ഞത് സത്യമാണ്, അമ്മ പായസമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു, അതുമാത്രമല്ല ദേവിയോട് ഒരുപാട് സ്നേഹമായിട്ട് പെരുമാറുകയും ചെയ്തു, ദേവിയോട് മാപ്പും പറഞ്ഞു എന്ന്. അത് കേട്ടതും രാധിക ചോദിക്കുന്നുണ്ട്, അതെന്തിനാ മാപ്പ് പറഞ്ഞെന്ന് ചോദിക്കുമ്പം, അല്ല ഇലക്ഷൻ്റെ സമയത്ത് അമ്മ പല രീതിയിലും ദേവിയെ വേദനിപ്പിച്ചല്ലോ, അതിനൊക്കെ അമ്മ മാപ്പ് പറഞ്ഞു, ഇനി അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിനി മനസ്സമാധാനമായിട്ട് സത്യപ്രതിജ്ഞയും ചെയ്യാം, ദേവിക്ക് MLA ആയിട്ട് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാമെന്ന്. അത് കേട്ടതും മാധവനക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇതേസമയം ശാരികയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, പ്രഭയാൻറ്റി ഇത്ര പെട്ടെന്ന് മാറിയെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ എന്ന്. അങ്ങനെ ശാരിക ദേവികയോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ പ്രഭയാൻറ്റി എന്തിനാ ചേച്ചി പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാനുമായി ബന്ധപ്പെട്ട കാര്യത്തിനല്ല ശാരി, അത് അമ്മയുടെ വേറെ പേഴ്സണൽ കാര്യത്തിനാണ്, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പായി, ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നാൽ മോള് കയറിയിരിക്കുക ചായ എടുക്കാമെന്ന് പറയുമ്പം നന്ദനും ദേവിയും പറയുന്നുണ്ട്, എന്നാൽ വേഗം ചായ എടുക്കുക, ഞങ്ങൾക്ക് കുടിച്ചിട്ട് ഇപ്പോൾ തന്നെ പോകണം. അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ചിട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പം എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇനി സത്യപ്രതിജ്ഞയ്ക്ക് കാണാമെന്നും പറഞ്ഞ് ദേവികയും നന്ദനും കൂടി പോകുന്നുണ്ട്.
ഇതേ സമയം രജനി പ്രഭാവതിയോട് പറയുന്നുണ്ട്, എന്തായാലും അമ്മയുടെ ഇന്നലത്തെ അഭിനയം കലക്കി, ഇനി അമ്മയുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം കണക്ക് കൂട്ടിയിട്ടുണ്ട് മോളെ, എന്തായാലും എന്നെ തോൽപ്പിച്ചവരെ ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ദേവികയോട് എനിക്ക് പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല, പക്ഷേ ആ അരുന്ധതി ദേവികയെ മുന്നിൽ നിർത്തി എന്നെ തോൽപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണേ. ഇനി അവളുടെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനും പോണില്ല, അരുന്ധതി അതിൽ പങ്കെടുക്കാനും പോണില്ല, മോള് നോക്കിക്കോ എന്ന്. ഇതേ സമയം നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഇങ്ങനെ കാണിക്കണമൊന്നുമില്ല. പക്ഷേ ദേവികയും നന്ദനും ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദനാണെങ്കിൽ ദേവികയോട് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് തന്നെ ഇങ്ങനെ പെരുമാറുന്നുണ്ട്. ആ സമയത്ത് ദേവിക വെളിയിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു പെണ്ണുമുള്ള ഇവരുടെ വണ്ടിക്ക് വട്ടം ചാടുന്നതായിട്ട് കണ്ട് വേഗം തന്നെ നന്ദൻ കാറ് ബ്രേക്ക് ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിലും അവർ വേഗം ഈ നന്ദൻ്റെ കാറിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ശരിക്കും കാർ അവരെ ഇടിക്കണമുണ്ട്. ആ സമയത്ത് അവരുടെ നിലവിളി കേട്ട് ദേവികയും നന്ദു എന്നും പറഞ്ഞ് നിലവിളിക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.